നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 797 797. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 797. ഈ 56-ാം സർഗം, ഉപാസനാകാന്ഡത്തിൽ 56-ാമത്തെ സർഗമാണെന്ന് പറയേണ്ടത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ 55-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 52 എന്തായിരുന്നു വായിച്ചത്? ശ്രീവല്ലഭൻ ഉണ്ട് അലിവെങ്കിൽ ആയുസ് ആവശ്യമില്ല, ആയതിന് അത്രയൊന്നും പ്രാപിച്ച് ഗഡ്വാങ്കൻ ഒരേ മുഹൂർത്തം കൊണ്ട്, ഒരു മുഹൂർത്തം കൊണ്ട് നടത്തം ഗോവിന്ദപാദാരവിന്ദം പ്രാപിച്ചു എന്നാണ്. ഒരു മുഹൂർത്ത നേരം, 1.25 നാഴികയ്ക്കൊട്ടെയാണ് മുഹൂർത്തം എന്ന് പറയാം. ഒരു മണിക്കൂറിന് അത്ര 3.5 നാഴികയ്ക്കൊട്ടെയാണ് പറയാം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മുഹൂർത്ത നേരം ഭക്തിയിലിരിക്കാൻ പറ്റിയാൽ മോക്ഷമായി എന്നാ, വേണ്ട പോലെ. പറഞ്ഞ എല്ലാം മറന്ന് ഒരു മുഹൂർത്തം ഇരിക്കാൻ പറ്റിയോ? ഇനി അതാണ് പിന്നെ ഭിക്ഷുവിൻ്റെ ദ്രോഹാനുഭവം. പബ്ലിക്ക് എങ്ങനെയാണ് വിവരമുള്ളവരെ അസ്ഥിരപ്പെടുത്തുന്നത്. ഇതിൽ എവിടെയെങ്കിലും നമ്മൾ പാത്രീഭൂതനാണെങ്കിൽ അതിന് പാപമുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ്, സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വ്യാസര ഇങ്ങനൊരു അധ്യായം ഉണ്ടാക്കിയത്. ഭക്തി പ്രഭാവമാർന്ന് ആമട്ട് അവന്തി ബ്രാഹ്മണോത്തമൻ, ദേഹാത്മബന്ധനം തീരെ അകന്ന് അത്യന്ത ശാന്തനായി. ഇപ്പോൾ ഞാൻ ഭാഗവതം മൂലത്തിൽ 303-ാം പിന്നെ ഭാഗം പറഞ്ഞു തീർന്നിട്ടേ ഉള്ളൂ. അതിലധികഘനമായിട്ട് ദേവഹൂതിക്ക് സ്വന്തം മകൻ പിന്നെ ബ്രഹ്മോപദേശം കൊടുക്കണം. അതായത് പിന്നെ എന്താണെന്ന് പറയുക, അപ്പം അതിൻ്റെ ഹാങ് ഓവർ എനിക്ക് മാറിയിട്ടില്ല. അപ്പോഴാണ് ഇത് പറയുന്നത്. ഭക്തി പ്രഭാവമാർന്ന് ആമട്ട് അവന്തി ബ്രാഹ്മണോത്തമൻ, ദേഹാത്മബന്ധനം തീരെ അകന്ന് അത്യന്ത ശാന്തനായി. മനുഷ്യൻ മുൻ ചരിത്രങ്ങൾ മഹാനിന്ദ്യങ്ങളെങ്കിലും, മനുഷ്യൻ മുൻ ചരിത്രങ്ങൾ മഹാനിന്ദ്യങ്ങളെങ്കിലും എന്നെ ശ്രമാശ്രയിച്ചിടിൽ അന്ന് തൊട്ട് അഭിവന്ദ്യനാം. ഒരാൾ എത്ര ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും ഏതൊരു നിമിഷത്തിൽ എന്നെ ആശ്രയിക്കാൻ തുടങ്ങി അതുവരെയുള്ള പാപങ്ങൾ അവൻ്റേത് ഞാൻ ഇല്ലാതെ കണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അവനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. ഞാൻ എന്നെ പ്രാപിക്കാൻ തുടങ്ങണമെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരാദി കാര്യങ്ങൾ അവസാനിച്ചിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ മുൻ ചരിത്രങ്ങൾ മഹാനിന്ദ്യങ്ങളെങ്കിലും എന്നെ സമാശ്രയിച്ചേടിൽ അന്നു തൊട്ട് അഭിവന്ദ്യനം. അതായത് പൂജനീയനായിട്ട് മാറുകയാണ്. അറിഞ്ഞിത്തോലൊടുത്തുള്ളോൻ ആരോടും മിണ്ടിടാത്തവൻ, അറിഞ്ഞ് ഈ തോലുടുത്തുള്ളോൻ. ഹാവുണ്ടപ്പാ, എനിക്ക് കിട്ടി വാക്ക്. അറിഞ്ഞ് ഈ തോലുടുത്തുള്ളോൻ ആരോടും മിണ്ടിടാത്തവൻ. മരത്തോലെടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്, നാണം മറിച്ചിട്ട്. ആരോടൊന്നും പറയണില്ല. കാരണം എന്താ? ആരും ഇദ്ദേഹത്തെ മാനിക്കാറായിട്ടില്ല. കാരണം എന്താ? ഇദ്ദേഹം എല്ലാ
പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയണു, ജീവൻ മുക്താവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഇയാൾ ഭ്രാന്തരാണ്. അപ്പോൾ ത്രിദണ്ഡവും കിണ്ടിയും അല്ലാതൊന്നില്ല തനിക്ക് നീ, അതായത് ഒരു കൈ ഇങ്ങനെ വയ്ക്കും, അത് മാല എന്തെങ്കിലും ജപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കയ്യിനെ താങ്ങി നിർത്തുന്നതാണ് ത്രിദണ്ഡി. മരത്തിലെ വൈ ആംഗിളിൽ വൈ എന്ന ഇംഗ്ലീഷ് ലെറ്ററിൻ്റെ രൂപത്തിലാണത് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഒരു കിണ്ടി, ഒരു പാത്രവും, കമണ്ടലു എന്ന് പറയും. കിണ്ടി എന്ന് പറഞ്ഞാൽ കമണ്ടലു. അറിഞ്ഞ് ഈ തോലുടുത്തുള്ളോൻ ആരോടും മിണ്ടിടാത്തവൻ ത്രിദണ്ഡവും കിണ്ടിയും അല്ലാതൊന്നില്ലാതെനിക്കിനി ഉൾക്കാമ്പിൽ വിശ്വേശ്വരനും. പക്ഷേ അവൻ്റെ മനസ്സിലാരാ? വിശ്വേശ്വരനും, വിശ്വത്തിൻ്റെ നിയന്ത്രിതാവും നിയാമകനുമായുള്ള ജഗദീശ്വരൻ, പരമാത്മ ചൈതന്യമാണ് അവൻ. ഉൾക്കാമ്പിൽ വിശ്വേശ്വരനും തെളിഞ്ഞ് ആ മട്ടിൽ ആ മുനി ധർമ്മസാധനമാം ദേഹം നിർത്തേണ്ടും ഭിക്ഷ വാങ്ങുവാൻ. ധർമ്മസാധനമാം ദേഹം, അധർമ്മത്തിന് ഈ ശരീരം ഉപയോഗിക്കരുത്. ഒരാളെ തല്ലാനോ ഒരാളെ വഞ്ചിക്കാനോ ഒരാളെ ദുഷിപ്പിക്കാനോ ഈ ശരീരം ഉപയോഗിക്കരുത്. കാരണം അത് അധർമ്മമാണ്. ധർമ്മം പ്രാപ്തിക്കാണ് ഈ ശരീരം ഉപയോഗിക്കേണ്ടത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ ധർമ്മസാധനമാൻ ദേഹം നിർത്തേണ്ടും ഭിക്ഷ വാങ്ങുവാൻ. അതായത് ദേഹം നിർത്തേണ്ടെന്ന് പറഞ്ഞാൽ ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഴിക്കണം, എന്തെങ്കിലും വായു മതി എന്നാണ് പറഞ്ഞത് അവസാനമാകുമ്പോൾ. ഗ്രാമം തോറും സഞ്ചരിച്ചാനുള്ളം നന്നായി അടക്കിയോൻ. സെൽഫ് കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞു അദ്ദേഹത്തിന്. കാരണം എന്താ? സെൽഫ് ഞാൻ ആരാന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഞാൻ ബ്രഹ്മചൈതന്യമാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഗ്രാമം തോറും സഞ്ചരിച്ചാനുള്ളം നന്നായി അടക്കിനോൻ. ഒരാൾക്കും ഒരു മട്ടും തന്മേന്മ കാട്ടാതിരിപ്പവൻ. ഞാൻ ഈശ്വരനെ എന്താ പറയുക, ഈശ്വരനെ അന്തസ്ഥിതനായ ഈശ്വരനെ അനുഭവിച്ച് കഴിഞ്ഞു എന്നുള്ള സത്യത്തെ പുറത്ത് കാട്ടിയില്ല. അതിൻ്റെ ആവശ്യമില്ല, പുറത്ത് കാട്ടേണ്ടതല്ല. അപ്പോൾ ഒരാൾക്കും ഒരു മട്ടും തന്മേന്മ കാട്ടാതിരിപ്പവൻ. ആഹാര സ്നാനപാനാദി നിഷ്ഠ പോലും മകന്നവൻ. ആ ലെവലിൽ എത്തിയാൽ പിന്നെ ആഹാരം വേണ്ട, കുളി വേണ്ട, എന്താ ഭക്ഷിക്കണത്, അതൊന്നൊരു പ്രശ്നമല്ല. അതൊക്കെ ആ ഈശ്വരനെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കണവരേ ഉള്ളൂ. ആഹാര സ്നാനപാനാദി നിഷ്ഠ പോലും മകന്നവൻ ഭഗവാനെ മനക്കാമ്പിൽ മിന്നിപ്പാൻ മാത്രം എത്രയും കഴിഞ്ഞ് ജീവിച്ചിടും ആ വൃദ്ധനായ മനുഷ്യനെ. മൂഢന്മാർ കണ്ടു നിന്ദിച്ചാർ അതിലില്ലേതും അത്ഭുതം, അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ്. മൂഢന്മാർ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഒരാളെ നിന്ദിച്ചാൽ അതിന് അത്ഭുതം കൂറേണ്ടതില്ല. ഇപ്പം എന്നോട് വളരെ സ്നേഹത്തോടു കൂടി സഹോദര സ്നേഹത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്, നീ ദയവ് ചെയ്തിട്ട് ഇതൊന്നും പറഞ്ഞ് നടക്കണ്ട കേട്ടോ, അതിൻ്റെ കാര്യം വല്ലതും നോക്കിക്കോന്ന്. അതാണിപ്പോൾ പറഞ്ഞത്. മൂഢന്മാർ കണ്ടു നിന്നിച്ചാർ അതിലേതും അത്ഭുതം. ഞാനിത് പഠിക്കുക കാരണം എനിക്കതിൽ അത്ഭുതമില്ല. യു ടെൽ എനിത്തിങ് അബൌട്ട് മീ, ഐ ആം ലീസ്റ്റ് വറീഡ്. വിഷയോ ജരാനരകൾ ബാധിച്ചു വേഷം മലിനമെങ്കിലും ആത്മസൗന്ദര്യമുൾക്കാമ്പിൽ വിലസും വിപ്രവൈര്യനേ. ദൈവാരാധനയ്ക്ക് പണിയടിച്ചു. ജരാനരകൾ ബാധിച്ചു വേഷം മലിനമെങ്കിലും ആത്മസൗന്ദര്യം ഉൾക്കാമ്പിൽ വിലസും വിപ്രവൈര്യനെ. കണ്ടറിഞ്ഞില്ല വിദ്വാൻമാർ പോലും. അതല്ലേ സപ്താഹങ്ങൾ നടത്താൻ എന്തിനപ്പോൾ പട്ടാമ്പിയോട് ചോദിക്കണത്? ഞങ്ങൾ കാശുണ്ടാക്കണു, ഞങ്ങൾ സപ്താഹം ചെയ്യണു. ഇതാണ് അവസ്ഥ. ആ അവസ്ഥേനെ നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കണം. അങ്ങനെയാണ് പ്രശ്നയോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം പറയണ്ടായി.
23 വയസ്സായിട്ടൊരു പയ്യൻ നമ്മളോട് ചോദിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മതി. നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ ഇത്ര ആളെ നേരാക്കിക്കോളാമെന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടില്ലല്ലോ, സാധിക്കില്ല. ഭഗവാൻ എന്താ തീരുമാനിക്കണത് അതേ നടക്കൂ. അപ്പോൾ ഭഗവാനാണല്ലോ ആ പയ്യനെ നമ്മളെ മുട്ടിച്ചത് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, കണ്ടറിഞ്ഞില്ല വിദ്വാൻമാർ പോലും അല്ലെങ്കിൽ ഉദ്ധവാ. ഭഗവാൻ പറയാണ്, ഉദ്ധവാ ആവശ്യം അതിനില്ല മിക്കവർക്കും ജഗത്ത് ഇതിൽ പ്രാകൃതന്മാർ വെറും ബാഹ്യാഡംബരം കണ്ടു മാത്രമാം. സപ്താഹത്തിലെ പ്രാകൃതന്മാർ വെറും ബാഹ്യാഡംബരം കണ്ടു മാത്രമാം. മർത്യൻ്റെ വില കൽപ്പിപ്പതിനെന്നും വഴക്കമാം. മർത്യൻ്റെ വില കൽപ്പിപ്പതിത് അതിനെന്നെന്നും അത് അങ്ങനെ ആയി തീർന്നു എന്നാണ് പറഞ്ഞത്, ഭഗവാനാണ് പറഞ്ഞത്, വ്യാസർ പറയാണ്. മർത്യൻ്റെ വില കൽപ്പിപ്പതിതെന്നെന്നും വഴക്കമാം. വഴക്കം എന്ന് പറഞ്ഞാൽ ശീലമായി മാറിക്കഴിഞ്ഞു. വിദ്വാൻമാര് എന്ന് അഹങ്കരിക്കുന്നവർ കൂടി എന്താണെന്നാ പറയുക, അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് പ്രിൻസിപ്പിളിൽ മനസ്സിലാക്കിയിട്ടൊരാളെ നിന്ദിച്ചു വരുന്ന ഒരു കാലം തന്നെയാണ് എപ്പോഴും. അങ്ങനെയാണ്. യഥാർത്ഥ ഭക്തനെ കാണെങ്കിൽ എമ്മട്ടറിയും ആ വിധം ഉള്ളോരല്ല. അത് ഒരേടത്തും അവർ ചെയ്യാ വിളംബരം. ഇന്ന ആള് ഈശ്വര സാക്ഷാത്കാരം നടത്തിയവരാണ് എന്ന് അവർ പറയില്ല. കാരണം എന്താ? അവർക്ക് അതിൻ്റെ മധുര സ്മരണില്ല. ആ മധുരം ആനന്ദമാണ്, ത്രിമധുരമാണ്. ഏതാ ത്രിമധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രജസ് തമസ് സാത്വികത്തിൽ നിന്ന് അതീതമാണത്. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ത്രിദണ്ഡം വന്നു പൊട്ടിച്ചാനൊരു നീചൻ നരാധമൻ. ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ത്രിദണ്ഡം വാങ്ങിയിട്ട് ഒരു തൂണുമ്പിൽ 4 അടി ടീം പൊട്ടി. ത്രിദണ്ഡം വന്നു പൊട്ടിച്ചാനൊരു നീചൻ നരാധമൻ. അങ്ങനെ ചെയ്യുന്നവരേനെ ഭാഗവത് എന്താ വിളിച്ചത്? നരാധമൻ. കമണ്ടലുമെടുത്തും കൊണ്ടോടി മറ്റൊരു പാമരൻ. അദ്ദേഹത്തിനെ കമണ്ടലെടുത്ത് ഓടി വേറെ ഒരുത്തൻ. ആരാധ പറഞ്ഞുകൂടെ? മറ്റൊരു പാമരൻ, തലയിൽ ഒന്നുമില്ലാത്തവൻ എന്നർത്ഥം. പീഠം തല്ലിപ്പൊളിച്ചാൻ ചെന്നൊരേതോ തൊഴിലറ്റവൻ. ഒരു ജോലി ഇല്ലാണ്ട് ഒരുത്തൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇയാളെ കണ്ടപ്പോൾ ഇയാളെ പീഠം ഒന്ന് ചവിട്ടി പൊട്ടിച്ചാന്ന് തർക്കടില്ലാന്ന് തോന്നി, അത് ചെയ്തു. അങ്ങനെയാണ്. പീഠം തല്ലി പൊളിച്ചാൻ ചെന്നൊരേതോ തൊഴിലറ്റവൻ പുഴവക്കിൽ മരച്ചോട്ടിലിരുന്നു അദ്ദേഹം ഉണ്ണുവാൻ. ധർമ്മം കിട്ടിയത് കഴിച്ചളാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പുഴയുടെ വക്കത്ത് ഒരു മരച്ചോട്ടിലിരുന്ന് കഴിക്കുമ്പോൾ, പുഴവക്കിൽ മരച്ചോട്ടിൽ ഇരുന്ന് അദ്ദേഹം ഉണ്ണുവാൻ ഭാവിക്ക് ഒരു തെമ്മാടി ചോറ്റുപാത്രം എടുത്തുടൻ നടുപ്പുഴയിലെത്തും മട്ട് ആഞ്ഞെറിഞ്ഞാൻ മഹാഖലൻ. അവളുടെ പേരാണ് മഹാഖലൻ എന്ന് പറഞ്ഞതാ. ദുഷ്ടന്മാരിൽ കേമൻ. അങ്ങനെ ഒരാൾക്കാണ് ഒരു സാധുവിൻ്റെ കരതലങ്ങളിൽ നിന്ന് ഭിക്ഷ നേടിയിട്ടുള്ള ആഹാരം എടുത്ത് നദിയുടെ മധ്യത്തിലേക്ക് വലിച്ചെറിയണമെന്നുണ്ടെങ്കിൽ അവൻ ആരായിരിക്കണം? മഹാഖലൻ. ഇതൊക്കെ വായിച്ചാലല്ലേ അറിയുള്ളൂ, വായിക്കാണ്ട് എങ്ങനെ അറിയാം? സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുന്ന പൊരുത്തക്കേടുകളെ എങ്ങനെ തരണം ചെയ്യാം എന്ന് വിസ്തരിക്കുന്ന ഈ ഭാഗങ്ങൾ മനസ്സിലാക്കാണ്ട് നമ്മൾ വിളക്ക് കൊളുത്തി എന്താ പ്രാർത്ഥിക്കുക? നമ്മൾ ലോട്ടറി കിട്ടണേ അല്ലേ? അതുകൊണ്ടായില്ല. കല്യാണം നടക്കേണ്ട സമയത്ത് നടക്കും, വീട് വെക്കേണ്ട സമയത്ത് നടക്കും, വിവാഹം കുട്ടി ഉണ്ടാവേണ്ട ഒരു സമയമുണ്ട്, അപ്പം അത് നടക്കും. ഇതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. അത് പൂണൂൽ ധരിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഞാൻ ചില മന്ത്രങ്ങൾ പറയാം, അല്ലെങ്കിൽ ഞാൻ ചില ഹോമങ്ങൾ ചെയ്യാം ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് അഗ്രി ചെയ്യാം? എനിക്ക് അഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കും, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മൂർഖന്മാർ ആ വിധം ചേർന്ന് പഠിച്ച പണിയൊക്കെയും ചെയ്തിട്ടും അതിൽ യാതൊന്നും മിണ്ടാത്ത മുനിവര്യനെ.
അപ്പോൾ ഈ ബ്രാഹ്മണനെ ഇപ്പോൾ മുനിവര്യൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അത്രയും കേമനാണ് അദ്ദേഹം. മൂർഖന്മാരാവിധം ചേർന്ന് പഠിച്ച പണിയൊക്കെയും ചെയ്തിട്ടും അതിൽ യാതൊന്നും മിണ്ടാത്ത മുനിവര്യനെ നന്നായി ഇളക്കി വിട്ടൊന്ന് വിനോദിച്ചു രസിക്കുവാൻ കളിയാക്കി അസഭ്യങ്ങൾ ഉറക്കെ ചൊല്ലി ഇങ്ങനെ. അസഭ്യം അസഭ്യം അസഭ്യം. നന്നായി ഇളക്കി വിട്ടൊന്ന് വിനോദിച്ചു രസിക്കുവാൻ. എങ്ങനെയാണ് ഇയാളേനെ ഒന്ന് ഇളക്കുക? കളിയാക്കി അസഭ്യങ്ങൾ ഉറക്കെ ചൊല്ലി അങ്ങനെ. കയ്യിലെന്തുണ്ട് ചില്വാനം കാർണോരെങ്ങോട്ട് പോകയാം? ചോദിക്കാണ്. കയ്യിലേ ദമ്പടി വല്ലതുണ്ടോ? കാർണോരെങ്ങട്ടാ യാത്ര? പരിഹസിക്കുകയാണ്. കൊറ്റിയെ പോലെ അനങ്ങാതെ എന്തോ ചിന്തിച്ചിരിക്കയാം. വേറൊരു രസം പറയാം. കൊറ്റി മീൻ പിടിക്കുന്ന ലാഘവത്തോടുകൂടി നമ്മൾ കാര്യപ്രാപ്തിയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ കണ്ടിരിക്കുകയാണ് ഈ കള്ളത്തായോൾ. ഇതാണ് അവരുടെ മനസ്സിൽ. കാര്യം മിണ്ടാതെ പറ്റിക്കും കള്ളസന്യാസിയാണിയാൾ. വേറൊരു രസികൻ പറയാണ്. കാര്യം മിണ്ടാതെ പറ്റിക്കും. അല്ല, കളവ് വല്ലതും നടക്കൂട്ടോ, ഇയാളെ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ടെന്നാ. പിന്നെ കള്ളസന്യാസിയാണ് ഇയാൾ. അപ്പം ഞാനവിടെ എഴുതി വെച്ചു, ഓ മൈ ഗോഡ്, ഇത്രയല്ലേ ഉള്ളൂ കാലം അല്ലേ? ആലോചിച്ച് നോക്കൂ. പണം പോകെ എടുത്തുള്ളോരടവാണിവയൊക്കെയും. പണം പോകെ എടുത്തുള്ളോരടവാണിവയൊക്കെയും. പക്ഷെ എങ്ങനെ ഇത് പറയാതെ കണ്ടിരിക്കുക? അതായത് ഈ ശ്രീകൃഷ്ണപുരത്ത് ഒരു സുബ്രഹ്മണ്യ സേവകനുണ്ട്. 45-50 വയസ്സായിട്ടേ ഉള്ളൂ. കൊറോണയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം ലണ്ടനിൽ UK എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരേനെ നേർവഴിക്ക് നയിക്കാനെന്നുള്ള ലാഘവത്തോടു കൂടി എന്തൊക്കെയോ അസംബന്ധങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇപ്പോൾ കേസും കൂട്ടുമായിട്ട് ജയിൽ അനുഭവിക്കേണ്ട ഗതികേടിലാണ്. എന്തിനാ ഈ സുബ്രഹ്മണ്യൻ്റെ പേരെടുക്കുന്നത്? കള്ളനാണെന്നുള്ള പേരെടുത്താൽ പോരെ? അപ്പം ഇതുവരെ അദ്ദേഹത്തിന് സുബ്രഹ്മണ്യൻ്റെ പ്രതിപുരുഷനാണ് എന്ന് പറഞ്ഞത് എന്തായി? സങ്കടമില്ലേ? അദ്ദേഹത്തിൻ്റെ അമ്പലമുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. കാരണം എന്താ, ഒരു 4-5 കല്യാണത്തിന് ഗംഭീര ഏർപ്പാടാണ്, ഹാളും കാര്യങ്ങളൊക്കെ. പറഞ്ഞ പ്രശ്നമുണ്ടോ? ഞാൻ ആരേനെയും ഹർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അത് സത്യാവസ്ഥകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് മാത്രം. രാത്രിയായാൽ ഇവൻ കക്കും കണ്ണ് കണ്ടാലറിഞ്ഞിടം. ഇയാളെ കണ്ണൊന്ന് സൂക്ഷിച്ച് കള്ളൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ ആരുടെ കാര്യം അറിയുള്ളൂ? ഒരേ ജോലി ചെയ്യണവർക്കല്ലേ അതറിയുള്ളൂ. ഞാൻ കട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കക്കാത്തൊരാളുടെ മുഖം നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് അയാളുടെ കണ്ണ് നോക്കി അറിയാമെന്ന് എങ്ങനെ പറയാം? അപ്പോൾ രാത്രിയായാൽ ഇവൻ കക്കും കണ്ണു കണ്ടാൽ അറിഞ്ഞിടാം. ഈ വണ്ണം ഓർക്ക വയ്യാത്ത വിധം നിന്ദിച്ചു പാപികൾ. ഈ വണ്ണം ഓർക്ക വയ്യാത്ത, ഒരിക്കലും നമ്മൾക്ക് കൺസെഷൻ കൊടുക്കാൻ പറ്റില്ല. അത്രയും ഈ വണ്ണം ഓർക്ക വയ്യാത്ത വിധം നിന്ദിച്ചു പാപികൾ. എന്നാൽ അദ്ദേഹം അവർ തൻ കടും കൈകളിലൊന്നിലും ശ്രദ്ധിച്ചില്ല. മഹത്തായ ലക്ഷ്യത്തിൻ പിടികിട്ടിയോൻ. അദ്ദേഹം ആരാ? ശ്രദ്ധിച്ചില്ല, മഹത്തായ ലക്ഷ്യത്തിൻ പിടികിട്ടിയോൻ. ഈശ്വരാനുബന്ധം വന്നൊരാൾക്ക് പ്രാകൃതന്മാരുടെ ചെയ്തികളിൽ ശ്രദ്ധ ഉണ്ടാവില്ല. കാരണം ശരീരത്തെ മുറിവേറ്റാലും അവർക്ക് വേദനിക്കില്ല. കാരണം എന്താ? അവർ ആത്മാരാമന്മാരാണ്, ആത്മാരാമത്തുള്ളവരാണ്. അഹം ബ്രഹ്മോഹം അഹം രാമോഹം എന്നൊക്കെ അവസ്ഥയിലെത്തിയവരാണ്. അതുകൊണ്ട് കൊതുകിൻ മൂളലും മറ്റും കൊമ്പനാനകൾ പോലവേ. കൊതുകുകൾ മുരണ്ടാൽ കൊമ്പനാനകൾക്കതൊരു പ്രശ്നമല്ല. പറഞ്ഞില്ലേ? മഹാന്മാരെണ്ണയിലേതും അല്പന്മാർ തൻ വിജേഷ്ഠിതം. മഹാന്മാർ എണ്ണയിലേതും കണക്കാക്കില്ല. മഹാന്മാർ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ എന്തോ അറിയില്ല, ബൈ ബർത്ത്
കാരണം ഞാനൊരു 7-8 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ഊട്ടുപുരയിൽ വന്ന് ഊണ് കഴിച്ച് പോണ ആൾക്കാർ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ സംബന്ധം ചെയ്തതിന് എതിർ സംസാരിച്ചുള്ള ആൾക്കാർ ഉണ്ട്. ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞൊരു സത്യമാണത്. ഞാൻ മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ എന്ന കൺസെപ്റ്റിൽ കാണുന്ന എൻ്റെ മാതാവിനെ ഗുരുതുല്യനായിട്ട് കാണുന്ന എൻ്റെ അച്ഛൻ്റെ സംബന്ധം ആക്സെപ്റ്റ് ചെയ്യാത്തതിന് ഈ 2 ആൾക്കാരെന്താ, എങ്ങനെ അവർക്ക് ഇവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ മഹാന്മാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു വിശകാണ് മറ്റുള്ളവരുടെ അപവാദങ്ങൾ കേൾക്കുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോഴേ ശരിയാവുള്ളൂ. എന്തിനാ അപ്പോൾ അത്രയൊക്കെ പറഞ്ഞത്? ഞാൻ 47 വയസ്സിൽ ശിഷ്യപ്പെട്ട് ഹരിഓം നഗറിൽ ക്ലാസ് എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ദോംബിവിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയും, എൻ്റെ മിസ്സീസിനോട് ചോദിക്കും, നിങ്ങളെന്താ പൊരുത്തത്തിലല്ലേ? എത്ര ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പൊരുത്തത്തിലാണ്, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഇത് പറയുള്ളൂ സമാധാനമായിട്ട്. പൊരുത്തില്ലെങ്കിൽ കുട്ടികളുണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചില്ല മഹത്തായ ലക്ഷ്യത്തിൻ പിടികിട്ടിയോൻ കൊതുകിൻ മൂളലും മറ്റും കൊമ്പനാനകൾ പോലവേ മഹാന്മാരെണ്ണുകില്ലേതും അല്പന്മാർ തൻ വിജേഷ്ഠിതം. അല്പന്മാരനെ മഹാന്മാർ കണക്കാക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ നിർത്താം. കാരണം ഇത് വളരെ എന്താണെന്നാ പറയുക, ഡെലിഗേറ്റായിട്ടുള്ള സബ്ജക്റ്റാണ്. അത് അർഹിക്കുന്ന മര്യാദ കൊടുക്കാണ്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? അപ്പോൾ ഇന്നലെ എനിക്ക് ഡ്യൂ ടു സം റീസൺസ് ശ്രീകൃഷ്ണ കഥാമൃതം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിത് ഇന്നൊന്ന് അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ളതാവാം. അപ്പോൾ നാളെ നോക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് 798 നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.